കാട്ടക്കട അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ പ്രതികളായ 8 RSS പ്രവർത്തകരും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ഈ മാസം 15-ന് വിധിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. അജീഷ് ജയകുമാറിന്റെ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, കേസിന്റെയും ഒപ്പം കോടതിയുടെ വിധിയുടെയും വിശദാംശങ്ങൾ. ഗൂഗിൾ 2013 മെയ് 5-നാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകാല സ്വദേശിയായ CPM-ന്റെ പ്രാദേശിക പ്രവർത്തകനാണ് അശോകൻ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിനെ മെയ് 5-ന് വൈകിട്ട് 6:30-ക്കാണ് കൊലപ്പെടുത്തിയത്. ഈ ശ്രീകുമാറിൻ്റെ സുഹൃത്ത് വാങ്ങിയ 25,000 രൂപ, അത് ബ്ലേഡായിട്ടാണ്, അതായത് പലിശയ്ക്ക് വാങ്ങിയ 25,000 രൂപ മടക്കി കൊടുക്കാത്തതിന് ഒരു സംഘം ആളുകൾ, RSS പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. അന്ന് വൈകിട്ട് 6:30-ക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ അശോകനെ വെട്ടുകത്തി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ 19 പേരെ പ്രതി ചേർത്താണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിൽ 1 മുതൽ 5 വരെ ഉള്ള പ്രതികൾ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 3 പ്രതികൾ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളതായും കോടതി കണ്ടെത്തി. 2 പേർ നേരത്തെ തന്നെ മാപ്പുസാക്ഷിയായിരുന്നു. ഒരാൾ ഈ വിചാരണ കാലയളവിൽ മരിച്ചുപോയി. ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു, തെളിവില്ലാത്ത സാഹചര്യത്തിൽ. എന്തായാലും ഈ പ്രതികളുടെ പേര് ഇങ്ങനെയാണ്: ശംഭു, ശ്രീജിത്ത്, ഹരി, അമ്പിളി, സന്തോഷ്. ഇവരാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. ഇവരെല്ലാം പ്രാദേശിക RSS പ്രവർത്തകരാണ്. 7-ാം പ്രതി സന്തോഷ്, 10-ാം പ്രതി പ്രശാന്ത്, 12-ാം പ്രതി സജീവ് എന്നിവരാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ കേസിൻ്റെ വിധി ഈ മാസം 15-ന് കോടതി വിധിക്കും. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.